10:15 പിടിച്ചോണ്ട് പോയത്. 10:15 പിടിച്ചോണ്ട് പോയിട്ട് അവൻ ഷാനവാസം എന്ന് പറഞ്ഞ സാറ് എന്നെ വണ്ടിക്കകത്ത് കയറ്റിയതും ഗിയർ നോവിന്റെ അവിടെ വെച്ചിട്ട് എന്നെ ഇടിക്കുമായിരുന്നു. എന്നെ ഇടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ദേഹത്ത് താണ്ട് ഈ പാടുണ്ട്, എന്റെ ഈ കയ്യിൽ പാടുണ്ട്, എന്റെ ദേഹത്ത് മൊത്തം പാടാണ്. എന്നെ പാട് താണ്ട് ഈ പാടുണ്ട്, അണ്ടി കയ്യിൽ പാടുണ്ട്, എന്റെ വാരിയലിന്റെ അവിടെ താണ്ട് ഈ പാടുണ്ട്. എല്ലാം ഷാനവാസ് അടിച്ച തലയില് ഇവിടെ ഉണ്ട്. എല്ലാം എന്റെ പാട് ഷാനവാസ് അടിച്ചതാ. ഞാൻ കരഞ്ഞു വിളിച്ച് ഞാൻ പറഞ്ഞതാണ് ഷാനവാസിന്റെ അടുത്ത് എന്നെ ഇടിക്കരുത്. ഞാൻ എന്നിട്ട് പോലും ഞാൻ പറഞ്ഞ് എനിക്കൊരു 1.5 വയസ്സുള്ള കുഞ്ഞുള്ളതാ സാറേ, എന്നെ ഇടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പോഴും ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കെട്ടിത്തൂക്കി കൊല്ലുമെന്നാണ്. നീ സത്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിന്നെ കെട്ടിത്തൂക്കി കൊല്ലുമെന്നാ പറഞ്ഞത്. എന്നെ ലാസ്റ്റ് കോള് മാത്രമേ ഉള്ളായിരുന്നു. എന്റെ ഫോണിൽ ലാസ്റ്റ് കോള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് ഉണക്ക് കളത്തി പണിക്കാരുണ്ട്, അവർക്ക് വീട്ടിൽ പൊക്കോളാൻ മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞുള്ളായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞപ്പം പോലും അതിനകത്ത് അവസാനം പോലും ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാത്ത രീതി എന്നെ ഇടിക്കുമായിരുന്നു. എന്നെ കൊണ്ടു കടന്നിടിക്കുമായിരുന്നു. എന്നെ രാവിലെ 10:15 വിളിച്ചിട്ട് എന്നെ വണ്ടിയെ കയറ്റിയിട്ട് എന്നെ 5 മണിയായിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. അതിനുശേഷം എന്നെ കൊണ്ടുപോയിട്ട് അവരുടെ കോട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു. എന്റെ കൂടെ ഉള്ള ഒരാളുണ്ടായിരുന്നു, ഗിരീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. അതെന്റെ ഒരു മാമനാണ്. ആ പുള്ളിക്കാരനെ ഇടിച്ചു. പുള്ളിക്കാരന് 59 വയസ്സുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഇടിച്ച്, പുള്ളിക്കാരന്റെ CA ഇടിച്ച്, ഷാനവാസ് സാറും ഇടിച്ചു. എല്ലാരും ഇടിച്ചു. ഒരു മര്യാദയും ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് ഇടിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോഴും പറഞ്ഞ്, നീ എന്തേലും മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയുമെന്ന്, എന്നെ കെട്ടി തൂക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അമ്മാതിരി ഇടിയിടിച്ച് എല്ലാം ഇടിച്ച് ദേഹം മൊത്തം. ഞാൻ എന്റെ വൈഫിനെ കൊണ്ട് വേണേലും ഞാൻ പറയിപ്പിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു ഹോസ്പിറ്റലിൽ പോകാനെ കൊണ്ട് മെഡിക്കലും എടുത്ത് എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. എനിക്ക് പരാതി കൊണ്ടുകൊടുക്കാൻ പേടിയാ. ഓക്കെ.